നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാഡം, എല്ലാത്തിനും പിന്നിൽ ഈ കുട്ടിയാണെന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. ശ്രേയയെ അപകടപ്പെടുത്താൻ വേണ്ടി ഈ കുട്ടിയാണ് ഇതെല്ലാം ചെയ്തത്. സാറങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നിങ്ങൾ ആരൊക്കെ വിശ്വസിച്ചാലും എന്തൊക്കെ തെളിവ് കിട്ടിയെന്ന് പറഞ്ഞാലും ദർശനയാണിത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കില്ല. എന്റെ മരുമകളെ എനിക്കറിയാം. പിന്നെ അപകടത്തിൽ പരുക്ക് പറ്റിയത് എനിക്കാണല്ലോ. എനിക്ക് പരാതിയില്ല സർ. ചേച്ചി, എനിക്ക് മാത്രമല്ല സർ, ഈ വീട്ടിൽ ആർക്കും പരാതിയില്ല. പവി, ശ്രേയയെ വിളിച്ചിട്ട് വാ. ശ്രേയെ, നിനക്കെന്തെങ്കിലും പരാതിയുണ്ടോ? പരാതി ഉണ്ടോന്ന്? ഏയ് ഇല്ല അപ്പച്ചി, എനിക്കൊരു പരാതിയുമില്ല. കേട്ടില്ലേ സർ, ഇവൾക്കൊരു പരാതിയുമില്ല. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഇതിന്റെ സത്യം എന്താന്ന് കണ്ടുപിടിക്കണ്ടേ? ഇങ്ങനെയാണോ സത്യം കണ്ടുപിടിക്കേണ്ടത്? ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് ആരും കരുതരുത്. എന്റെ നിശബ്ദത ആരും അവസരമായിട്ട് എടുക്കുകയും ചെയ്യരുത്. സർ, ദർശന ഇത് ചെയ്യില്ല, എനിക്കുറപ്പാ. ഇതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം. സാർ ഇപ്പൊ ദയവ് ചെയ്ത് പോണം. മാഡം, ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾക്കാർക്കും പരാതിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം? വാടം. ചേച്ചി ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞാൻ പിന്നെ എന്തു വേണമായിരുന്നു? എന്റെ മരുമകളെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത് കണ്ടു നിൽക്കണമായിരുന്നോ? ഇതുപോലെ എപ്പോഴും സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിലേ ആർക്കും എന്തും ചെയ്യാം. എന്റെ കുഞ്ഞിന്റെ കാഴ്ച പോയതിന് ആര് സമാധാനം പറയും? ആ വിഷപ്പുക ശ്വസിച്ച് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സമാധാനം പറയുമായിരുന്നോ? എന്നാലും സത്യം നമുക്ക് അറിയണ്ടേ? സത്യം അങ്ങനെ ആരെങ്കിലും മൂടി വെച്ചാൽ മറഞ്ഞു പോകുന്നതൊന്നുമല്ല. അത് തെളിയുക തന്നെ ചെയ്യും. ദർശനയെ കുറ്റക്കാരിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. സത്യം പുറത്തു വരട്ടെ. എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ തീരുമാനിക്കും. ഒന്നുമില്ല മോളെ. അമ്മ വന്നില്ലായിരുന്നെങ്കിൽ ദർശന ഇപ്പൊ പോലീസ് കൊണ്ടുപോയേനെ. അമ്മ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതങ്ങനെ വിടരുത് ബോസേ. സത്യം കണ്ടെത്തണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എല്ലാവരും ഒന്ന് അറിയണം.
എന്താ? ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാരും കൂടി പറഞ്ഞ് ഈ മരുവത്തൂരിൽ പോലീസ് കയറി ഇറങ്ങി. വീടിന്റെ മുറ്റത്ത് നിരന്തരം പോലീസ് വണ്ടി കയറി ഇറങ്ങുന്നതേ തറവാടിത്തത്തിന്റെ ലക്ഷണമല്ലെന്ന് അറിഞ്ഞാ എല്ലാവർക്കും നല്ലത്. ഏട്ടത്തി, ഇന്ന് മാത്രമല്ലല്ലോ പോലീസ് വന്നത്. എല്ലാം കൂടി കൂട്ടിക്കിഴിച്ച് തന്നെയാ പറഞ്ഞത്. പോലീസ് കയറുന്നതേ കള്ളന്മാരെയും കൊലപാതകികളെയും തെരഞ്ഞ, അല്ലാതെ താമ്രപത്രം നൽകി ആദരിക്കാനല്ല. കള്ളനെയും കൊലപാതകികളെയും സംരക്ഷിക്കുന്നവരെ തേടിയും പോലീസ് വന്നെന്നിരിക്കും. ചേച്ചി എന്താ പരാതി ഇല്ലാന്ന് പറഞ്ഞത്? എന്റെ മോളുടെ കണ്ണിന് അപകടം പറ്റിയത്, അതിന് കാരണക്കാരിയായവളുടെ പേരില് ഞങ്ങൾക്ക് പരാതിയുണ്ട്, എനിക്കും എന്റെ ഭർത്താവിനും. ഏട്ടത്തി എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഗിരിജ പറഞ്ഞത് ന്യായമല്ലേ? അവർക്ക് പരാതിയുണ്ട്. അതെങ്ങനെയാ? ഈ വീട്ടില് ഗിരിജ പറയുന്നതൊന്നും ന്യായമല്ലല്ലോ. ചേച്ചിയുടെ കാര്യം തന്നെ എടുക്ക്. ഒരിക്കലും ഹാർട്ടിന് കുഴപ്പം വന്നിട്ടുള്ള ആളാ. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു പോയിരുന്നെങ്കിലോ? ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പവിയേട്ടനത് സഹിക്കാൻ പറ്റുമോ? കൊല നടക്കും ഇവിടെ. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഏതായാലും ഇത് ചെയ്തവർക്കൊരു ലക്ഷ്യം കാണുമല്ലോ. ആ, ലക്ഷ്യം കാണുമോ എന്നല്ല, വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാ ഇതൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഒരുക്കി അത് ഡെത്ത് ഡേ ആക്കി മാറ്റാൻ പ്ലാൻ ചെയ്യില്ലല്ലോ. എങ്ങനെയെങ്കിലും ഈ മരുവത്തൂർ തറവാട്ടിന്ന് ചേച്ചി അങ്ങ് ഒഴിവാക്കണം. ചേച്ചി ഒഴിവായാൽ ആർക്കാണോ ഗുണം, അവരായിരിക്കും ഇതിന് പിന്നില്. ഗിരിജെ, കുറ്റം ചെയ്തത് ഏറ്റവും അടുത്തവരാണെങ്കിൽ ഏട്ടത്തിക്ക് ക്ഷമിച്ചല്ലേ പറ്റൂ. തെറ്റ് ചെയ്തവൾക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ അവൾ ആ തെറ്റ് ആവർത്തിക്കും. ആവർത്തിച്ച് വലിയ തെറ്റിലേക്ക് പോകും. അപ്പൊ നഷ്ടപ്പെടുന്നത് ചിലപ്പോ സ്വന്തം വയറ്റിൽ ജനിച്ച മകനായെന്നും വരും. നിർത്ത. ഗിരിജെ, നീ അതിര് കടക്കുന്നു. കൊള്ളാം. സ്വന്തം രക്തത്തെ പറഞ്ഞപ്പോ ചേച്ചിയുടെ സിരകളിൽ രക്തയോട്ടം കൂടിയല്ലേ? അതുപോലെ തന്നെയാ എനിക്കും. ആണായിട്ടും പെണ്ണായിട്ടും അവൾ ഒരാളെ ഉള്ളൂ. അവളുടെ ദേഹത്തൊരു പോറല് വീഴുമ്പോ എനിക്ക് നോവും. ദർശിനിയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉറപ്പുണ്ടോ? പോലീസ് കണ്ടുപിടിച്ചതല്ലേ, പിന്നെന്താ അതിലൊരു സംശയം? പോലീസ് കണ്ടുപിടിച്ചത് ശരിയാ. ഈ വീട്ടിലുള്ള ഒരാളാണ് അത് ചെയ്തത്. പക്ഷേ അതൊരിക്കലും ദർശനയല്ല. പിന്നെ ആരാ? തെളിയേണ്ട സമയത്ത് അത് തെളിയും. അപ്പം ഞാൻ പറയാം. ഇപ്പൊ രണ്ടുപേരും ചെല്ല്.